നീരടി ഗ്രാമീണ വിശുദ്ധിയുടെ തിടമ്പേറ്റി മതമൈത്രിയുടെ മനോഹര ചിത്രം ആലേഖനം ചെയ്ത ഹരിതഹൃദയ ഭൂമിക. പട്ടിണിയുടെയും പരിവട്ടങ്ങളുടെയും പ്രതിബന്ധ മുൾവേലികളെ ദൃഢനിശ്ചയത്തിന്റെ വജ്രായുധം കൊണ്ട് ഭേദിച്ച നിരവധി മഹാമനീഷികൾക്ക് ജന്മം നൽകിയ നാട്. വാർഡിന്റെ ജനപ്രിയരായ ജനപ്രതിനിധികളുടെ ഒരു നീണ്ട ജൈത്രയാത്ര ഇന്ന് ടി.പി. സജിന ടീച്ചറുടെ നേതൃത്വത്തിൽ വികസന വിപ്ലവങ്ങളുടെ വിശ്വവിജയം വരിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ നാനോന്മുഖമായ വികസന വഴികളാണ് മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ തുടർച്ചയായി സജിന ടീച്ചർ മെമ്പറായതു മുതൽ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ തുറന്നു നൽകിയത്. ആദ്യ 2 വർഷം ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായി സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന പഞ്ചായത്ത് പ്രസിഡന്റായി മാറാൻ കഴിഞ്ഞു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ കുടുംബത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം. മലപ്പുറം മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. ലോകമാനവരാശി ഭയചകുലരായ കോവിഡ് കാലത്ത് കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ച് 5000 രൂപ ധനസഹായം നൽകിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഖ്യാതി ഏറ്റുവാങ്ങാനായത് ഈ വാർഡിന്റെ ജനപ്രതിനിധി എന്ന നിലക്ക് നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. ബഡ്സ് സ്കൂൾ സ്ഥലമേറ്റെടുക്കുന്നതിലും പൊതുശ്മശാനത്തിന്റെ വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചു. പഞ്ചായത്തിന്റെ ക്ഷേമത്തിനൊപ്പം വാർഡിലും ക്ഷേമം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, കുടിവെള്ളം തുടങ്ങി എല്ലാ മേഖലകളിലും തന്നെ കൊണ്ടാകാവുന്ന നേട്ടങ്ങൾ കൊണ്ടുവരാൻ UDFന്റെ അനുഗ്രഹാശംസകളോടെ മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയായ ടീച്ചർക്ക് സാധിച്ചു. MP അബ്ദുസമദ് സമദാനി MP, മുൻ MP E.T. മുഹമ്മദ് ബഷീർ, MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മർഹൂം മൂർക്കത്ത് ഹംസ മാസ്റ്റർ, ബഷീർ രണ്ടത്താണി, ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ OK സുബൈർ, ബ്ലോക്ക് മെമ്പർ PV നാസിബുദ്ദീൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ഉമർ അലി കരേക്കാട്, OP കുഞ്ഞുമുഹമ്മദ്, പ്രസിഡന്റുമാരായ സജിത നന്നേങ്ങാടൻ, KP ഷെരീഫ ബഷീർ, മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധികൾ, മെമ്പർമാർ എന്നിവരുടെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെയും വാർഡിന്റെയും പ്രവർത്തനം ഊർജിതമാക്കാൻ ടീച്ചർക്ക് സാധിച്ചു. ഈ നാടിന്റെ മുഖച്ഛായ തന്നെ മനോഹരമാക്കിയ ചില നേട്ടങ്ങൾ വിവർത്തിക്കുകയാണിവിടം. 2020 മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ നീരടി വാർഡില് ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നമ്മുടെ വാർഡിൽ ധാരാളം വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരാം എന്ന് നിങ്ങൾക്ക് നൽകിയ വാക്ക് ഈ 2025 5 വർഷം പിന്നിടുമ്പോൾ 25-26 വർഷ കാലഘട്ടമായപ്പോഴേക്കും ഒട്ടുമിക്കതും പാലിക്കാൻ സാധിച്ചു എന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പലരും പല റോഡുകളെ കുറിച്ചും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഇതൊക്കെയായിരുന്നു പൊതുവായിട്ട് നമ്മളുണ്ടായിരുന്ന പ്രയാസങ്ങളും നമുക്കറിയാം. ഈ സമയത്തെല്ലാം അതുമായി ബന്ധപ്പെട്ട് റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനും പുതിയ റോഡുകൾ പുതിയതായിട്ടുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ KT റോഡ് പോലുള്ള അത്ഭുത KT റോഡ് പോലുള്ള വളരെ പ്രയാസമേറിയ ഒരു റോഡ് MLAയുടെ ഫ്ലഡിന്റെ ഫണ്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ എമൗണ്ട് വെച്ച് പൂർത്തീകരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു വിലപ്പെട്ട പിന്തുണ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. എപ്പോഴും വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ഇടപെടുന്നവരാണ് ഈ നീരടി വാർഡിലെ എല്ലാ നിവാസികളും. നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നും ഇനിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊട്ടടുത്ത പ്രതിനിധിയായി വരുന്ന മെമ്പർക്ക് നൽകണം എന്ന് കൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഏതായാലും നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഭൂരിഭാഗവും സാധിപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്നതിൽ വളരെ സന്തോഷം. നമുക്കറിയാം, കൊറോണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഞാനൊരു വന്ന സമയത്ത് തന്നെ പ്രസിഡന്റായി വരികയും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന തിരക്കുകളും കാര്യങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ എന്നെ വളരെയധികം സഹായിക്കുകയുണ്ടായി. നമ്മുടെ ഈ സാധാരണക്കാരായ ജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും, നമ്മുടെ ഭരണസമിതി അംഗങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് കൊറോണ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ നമ്മൾ മുന്നോട്ട് പോയത്. വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴേക്കും ധാരാളം മരണനിരക്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരാളം പ്രയാസങ്ങൾ നമുക്ക് ആ സമയത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എല്ലാവരും സഹായിക്കുകയുണ്ടായി. നമ്മുടെ മാറാക്കരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആ സമയത്ത് നിൽക്കുകയും നമ്മുടെ
പഞ്ചായത്തിൽ തന്നെ ഏകദേശം എല്ലാ വാർഡുകളിലും വളരെയധികം പ്രയാസം നേരിടുന്ന വാർഡുകളിലൊക്കെ തന്നെ കുടിവെള്ളം എത്തിക്കുന്നതിന് കുറേയൊക്കെ നമുക്ക് സാധിച്ചു. ഓരോ വാർഡ് മെമ്പർമാരും അതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാ കാര്യങ്ങളുമായിട്ട് നല്ല ഒരു വാർഡായിട്ട് തന്നെ നമുക്ക് ഒരു സൗഹൃദത്തോടു കൂടിയിട്ടുള്ള ജനങ്ങളും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ഒരു വർഷത്തെ ഈ 5 വർഷത്തെ കാലയളവിൽ നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹത്തിനും അതുപോലെ തന്നെ ആത്മാർത്ഥമായ സഹകരണത്തിനും നന്ദി അറിയിക്കുകയാണ്. 2020, 21, 22 കാലയളവിൽ പൂർത്തീകരിച്ച പദ്ധതികൾ: 2 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്ര താഴെ മങ്ങാട്ടുചോല റോഡ് കോൺക്രീറ്റ്, 2 ലക്ഷം രൂപ ചിലവഴിച്ച് പുല്ലാട്ടിൽ ഉണ്ണീൻ സ്മാരക റോഡ് ടാറിംഗ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും 15 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്ര അംഗൻവാടിക്ക് മുകളിൽ വനിതാ റെസ്റ്റ് റൂം, 3 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്ര പുല്ലാട്ടിൽപ്പടി റോഡ് പുനരുദ്ധാരണം, 3,57,000 രൂപ ചിലവഴിച്ച് മങ്ങാട്ടുചോല നിരപ്പ് KT റോഡ് ടാറിംഗ്, 3,38,000 രൂപ ചിലവഴിച്ച് പിലാത്ര ആനപ്പാറ റോഡ് പുനരുദ്ധാരണം, 5 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്ര പുല്ലാട്ടിൽപ്പടി കൂട്ടാടമ്മൽ സ്ട്രീറ്റ് മെയിൻ, 6,44,372 രൂപ ചിലവഴിച്ച് പിലാത്ര പുല്ലാട്ടിൽപ്പടി പുനരുദ്ധാരണം, 2,19,117 രൂപ ചിലവഴിച്ച് CT പടി മങ്ങാട്ടുചോല റോഡ് കോൺക്രീറ്റ്. MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ച് KT റോഡ് പുനരുദ്ധാരണം, ഫ്ലഡ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളെ വാർഡ് മെമ്പറുമായ സജിന ടീച്ചറുടെ വാർഡിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ റോഡാണെങ്കിലും വെള്ളത്തിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും മെമ്പർ മുന്നിട്ട് നിൽക്കലുണ്ട്. എല്ലാത്തിലും പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടും സഹായം കിട്ടിയിട്ടുണ്ട് മെമ്പർ. അപേക്ഷകരിൽ യോഗ്യതയായവർക്ക് വ്യക്തിഗത ടോയ്ലറ്റ് റിപ്പയറിംഗ്, വയോജനങ്ങൾക്ക് കട്ടിൽ, അർഹരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, അപേക്ഷകർക്കെല്ലാം പാലിന് സബ്സിഡി, എല്ലാ അപേക്ഷകർക്കും സമ്പൂർണ്ണ ഫലവൃക്ഷ തൈ വിതരണം, SC ജനറൽ എല്ലാ അപേക്ഷകർക്കും വീട് റിപ്പയറിംഗ്. 2022-23 വർഷം വാർഡിൽ പൂർത്തീകരിച്ച പദ്ധതികൾ: 2,74,211 രൂപ ചിലവഴിച്ച് പുല്ലാട്ടിൽപ്പടി മാനു ക്വാർട്ടേഴ്സ് റോഡ് ടാറിംഗ്, 2,62,000 രൂപ ചിലവഴിച്ച് സഫ റോഡ് നീരടിപ്പാടം കോൺക്രീറ്റ്, പിലാത്ര മങ്ങാട്ടുചോല റോഡ് റീടാറിംഗിനായി 2,74,746 രൂപ. നമ്മളെ ആനപ്പാറ ഈ റോഡ് ഈ മെമ്പർ വന്നാരെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മളെ ഈ റോഡൊക്കെ നല്ല റോഡാണ്. എന്ത് പ്രവർത്തനം വന്നാലും നമ്മൾ ചെന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കലും, പിന്നെ റോഡാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എന്ത് ഇതിന് വന്നാലും അവർ വണ്ടി എത്തുന്നുണ്ട്. അതൊക്കെ കാര്യം ശരിയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. 1 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്ര അംഗൻവാടി വൈദ്യുതീകരണം, 2,49,990 രൂപ ചിലവഴിച്ച് TP മുഹമ്മദ് കുട്ടി ഹാജി സ്മാരക കണിയാട് കൂട്ടാടമ്മൽ റോഡ് റീകോൺക്രീറ്റിംഗ്, 7 പേർക്ക് അതിദാരിദ്ര്യ കിറ്റ് മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കി. അപേക്ഷകരിൽ അർഹതപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് സഹായോപകരണങ്ങൾ. 12ാം വാർഡില് സജിൻ ടീച്ചർ മെമ്പറായി വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ, ഡെവലപ്മെന്റ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മങ്ങാട്ടുചോല റോഡ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ അവർ മുൻകൈയെടുത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിലാത്ര മങ്ങാട്ടുചോല പുല്ലാട്ടുംപടി എത്തുന്നതിൻ്റെ ഉള്ളിൽ അവിടെ വളരെ മോശമായിട്ട് കിടന്നിട്ട് വണ്ടികൾക്കും പോകാൻ, ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ വെള്ളത്തിൽ കൂടെയൊക്കെ പോകേണ്ടിയിരുന്നു. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. അംഗനവാടീൻ്റെ വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് മീറ്റിങ്ങുകളും കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് ജനപരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം നടന്ന് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. 2023-24 വർഷം വാർഡിൽ പൂർത്തീകരിച്ച പദ്ധതികൾ: SC മെറിറ്റോറിയൽ സ്കോളർഷിപ്പ്, 7 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്ര പുല്ലാട്ടിൽപ്പടി TP പടി റോഡ് റീടാറിംഗ്, 1,73,749 രൂപ ചിലവഴിച്ച് കട്ടപതിക്കൽ. ഉള്ളിലായിട്ട് ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സജന ടീച്ചറായതിനു ശേഷം കുടിവെള്ള പദ്ധതി എല്ലാ വാർഡിലും എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് KT റോഡിലൊക്കെ ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും
നടത്തി കഴിഞ്ഞിട്ടുണ്ട്. 2,74,746 രൂപ ചെലവഴിച്ച് പിലാത്ര മങ്ങാട്ടുചോല റോഡ് റീടാറിംഗ് പൂർത്തീകരിച്ചു. 1,25,000 രൂപ ചിലവഴിച്ച് പോലീസ് സ്റ്റേഷൻ കണിയാട് റോഡ് നിർമ്മാണം. 5,63,817 രൂപ ചിലവഴിച്ച് പിലാത്ര ആനപ്പാറ റോഡ് പുനരുദ്ധാരണം. 1,67,563 രൂപ ചിലവഴിച്ച് പെയിന്റിംഗ്, കട്ടപ്പതിക്കൽ ഉൾപ്പെടെ പിലാത്ര അംഗൻവാടി നവീകരണം. ഒരു മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഴ പെയ്തിട്ട് ഇപ്പോൾ ഈ റൂട്ടിൽ നിന്നും അതുപോലെ ഈ റൂട്ടിൽ നിന്ന് കൂടിയുള്ള വെള്ളം ഇവിടെ ആകെ കെട്ടി നിന്ന് വീടുകളിലൊക്കെ പോയി വണ്ടിയായിട്ട് വരാൻ പറ്റാത്ത രീതി, നടന്നു പോകാൻ പറ്റാത്ത രീതി മൊത്തമായിരുന്നു ഇവിടെ. അവിടെ അപ്പം അതിനോട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നേരിട്ട ടൈമിൽ ഇവിടെ കട്ട പതിച്ച് ഇവിടെ വീതി കൂട്ടി വെള്ളം അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന രീതിയായി. ഇപ്പോൾ ഇവിടെയുള്ള വീടുകൾക്കൊന്നും വെള്ളമൊന്നും കയറുന്നില്ല, വെള്ളം കെട്ടി നിൽക്കുന്നില്ല, വണ്ടികൾക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും നടന്നു പോകാൻ പറ്റിയ രീതിയിൽ ഇതിപ്പോൾ ഫുള്ളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതികൾ: കൂട്ടാടമ്മൽ നിരപ്പ് പിലാത്തറ റോഡ് പുനരുദ്ധാരണത്തിനായി 3 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ ചിലവഴിച്ച് 2 സ്റ്റാർ കണിയാട് റോഡ്, 2.5 ലക്ഷം രൂപ ചിലവഴിച്ച് പിലാത്തറ കല്ലൻപടി റോഡ് പുനരുദ്ധാരണം, 1.5 ലക്ഷം രൂപ ചിലവഴിച്ച് 2 സ്റ്റാർ കണിയാട് റോഡ് ഇന്റർലോക്ക്. MLA ഫണ്ടിൽ നിന്നും നീരടി പള്ളിക്ക് സമീപം മിനി മാസ് ലൈറ്റ്. MLA ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ച് കല്ലൻപടി റോഡ്. സഫ നീരടിപ്പാടം റോഡ് തൊഴിലുറപ്പ് പദ്ധതി. MP ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ചിലവഴിച്ച് പുല്ലാട്ടിൽ മാനു കോട്ടേഴ്സ് റോഡ്. ഈ ഭാഗത്തുള്ള കുടിവെള്ളത്തിന്റെ പദ്ധതി, കുടിവെള്ളത്തിന് വളരെയധികം ബുദ്ധിമുട്ടുന്ന പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ ആദനാട് പഞ്ചായത്തിന്റെയും മാറാക്കരയുടെയും പിന്നെ പദ്ധതി പങ്കുവെക്കുന്ന ഈ ഒരു പ്രദേശം, കുന്നുംപുറം ഭാഗം. ഇവിടെ കുടിവെള്ളത്തിന്റെ രൂക്ഷമായ പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ കുടിവെള്ളത്തിനുള്ള ആ പൈപ്പ് ലൈനിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ മെമ്പർക്ക് സാധിച്ചിട്ടുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ: ഭവന പുനരുദ്ധാരണത്തിനായി 8 കുടുംബങ്ങൾക്ക് 50,000 രൂപ വീതം. SC വിഭാഗത്തിലെ 3 കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിനായി 1 ലക്ഷം രൂപ വീതം. ലൈഫ് ഗുണഭോക്താക്കൾക്ക് ടോയ്ലറ്റ് നിർമ്മാണം. 10,000 രൂപ വീതം ചിലവഴിച്ച് 7 കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് നിർമ്മാണം. വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. മുഴുവൻ ക്ഷീര കർഷകർക്കും കാലിത്തീറ്റ നൽകി. EPEP 2 കുടുംബങ്ങളെ പുതിയതായി ലൈഫിൽ ഉൾപ്പെടുത്തി. ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് വ്യത്യസ്ത മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അശ്രാന്ത പരിശ്രമം കൊണ്ട് ഈ നാടിന് കൈവരിക്കാനായത്. വാർഡിലെ നല്ലവരായ സാമൂഹിക പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളുടെയും സഹകരണമാണ് ഇതിനെല്ലാം നിതാന്തം. കൂടെ നിന്നതിന്, തോളോട് തോൾ ചേർന്നതിന്, ഒപ്പം നടന്നതിന്, ഈ വാർഡിന്റെ അഭിമാന വളർച്ചയ്ക്ക് വേണ്ടി സർവം സമർപ്പിച്ചതിന് പ്രിയരെ, നിങ്ങൾക്ക് ഹൃദ്യമായ നന്ദി. തുടർന്നും നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഹ്രസ്വ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കട്ടെ.